എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ കുട്ടപ്പൻ ആ ഒരു ഷുരിങ്ങ റസൻ കണ്ണ് അത് കറക്കി കറക്കി ഇപ്പൊ പെയിന്റ് നേരെ വലിച്ചെറിയും. അത് വെട്ടിത്തിരിഞ്ഞ് ഇപ്പൊ പെയിന്റ് നേരെ അങ്ങനെ പാഞ്ഞടുക്കും. അത് കണ്ട് പെയിനും തവളയും നമ്മുടെ ആൾക്കാരും എല്ലാവരും ഷോക്കാവും. ആ പവറ് അത് സെൻസ് ചെയ്ത് ഇപ്പൊ പാത്തവള പറയും ഹൈ ഡെൻസിറ്റിയും ഹൈ പവറുമാണ് അതിന്. തവളകൾ പേടിച്ച് ഇപ്പൊ ഓടി മാറും. അപ്പൊ ആ ഷുരിങ്ങം പവർ അതൊരു പെയിനെ ഇപ്പൊ മുഴുവനായിട്ടും വെട്ടിയെറിയും. കട്ട് ചെയ്താ ഇപ്പൊ ഷിക്കമരു ഒരുപാട് ബഹളം കേട്ട് അവൻ ചോദിക്കും അവിടെ എന്താ നടക്കണേ, ആരുമായിട്ടാണ് വില്ലന്മാരിപ്പോ ഫൈറ്റ് ചെയ്യണേ? അതിന് കക്ഷുകി പറയും അത് മറ്റാരുമല്ല കുട്ടപ്പനുമായിട്ടാണ്. അതിന് ഷിക്കമരു ഷോക്കായിട്ട് കുട്ടപ്പൻ അവൻ ഗ്രാമത്തിലേക്ക് വന്നോ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് അവനിപ്പോ പതിയെ എഴുന്നേക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവന്റെ കാലിന് ഒരുപാട് വേദന എടുത്ത് അവൻ താഴേക്ക് വീഴും. കക്ഷുകി ചോദിക്കും നീ എവിടേക്കാ പോണേ? പേടിക്കേണ്ട ആവശ്യമില്ല കുട്ടപ്പൻ, അവൻ സേഗ് ജിപ്സുവില് ഇപ്പൊ മാസ്റ്ററായി. അവൻ ഒറ്റയ്ക്ക് ആ വില്ലന്മാരെ തുരത്തി ഓടിക്കുന്നു പറയുമ്പോ അതിന് ഷിക്കമരു പറയും അവനെ ഒറ്റയ്ക്ക് ബലിയാടാക്കാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. ഈ ഗ്രാമം അത് നമ്മളുടെ എല്ലാവരുടെയും ആണ്. അതുകൊണ്ട് എന്നാൽ കഴിയുന്ന ഹെൽപ്പ് അത് ഞാൻ കുട്ടപ്പന് കൊടുക്കുമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഇപ്പൊ എഴുന്നേക്കാൻ ശ്രമിക്കും. കട്ട് ചെയ്ത ഗാമത്തവള ആ ഒരു നായയെ അതിന് രണ്ടായിട്ട് വെട്ടും. വെട്ടുകൊണ്ടോടൻ അതിപ്പോ രണ്ട് നായായിട്ട് മാറും. അത് കണ്ട പിങ്ക് തവള പറയും അവറ്റകളെ വെട്ടരുത്, വെട്ടിക്കഴിഞ്ഞാ അത് വീണ്ടും രണ്ടും മൂന്നുമായിട്ട് റീജനറേറ്റ് ചെയ്യും. അത് കേട്ട് ഇപ്പൊ ഗാമത്തവൾ ടെൻഷനാവും. ഇതിപ്പോഴാണോ പറയണേ? സോറി, ആക്ച്വലി ഞാനത് മറന്നുപോയതാണെന്ന് ഇപ്പൊ പിങ്കിത്തവള പറയും. കട്ട് ചെയ്ത കുട്ടപ്പൻ അവനിപ്പോ പെയിനുകളുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ പെയിൻ ചോദിക്കും എന്തു പറ്റി, നിന്റെ സേഗ് ജിപ്സു പവർ അത് കുറഞ്ഞു പോയോ? ആക്ച്വലി കുട്ടപ്പൻ അവന്റെ റസൻ ഗൺ പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ അവന്റെ പവർ അത് കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്. അത് കണ്ട് പാത്തവള നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും കുട്ടപ്പനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരിപ്പോ കുട്ടപ്പന്റെ അടുത്തേക്ക് ഓടും. പാത്തവള സ്പീഡിലോടി ഇപ്പൊ ഗാമത്തവളയുടെ അടുത്തെത്തും. പാത്തവള പറയും ഞാൻ നിന്നെ കുട്ടപ്പന്റെ അടുത്തേക്ക് അയക്കുകയാണ്, നീ കുട്ടപ്പന്റെ അടുത്തേക്ക് പോവാൻ റെഡി ആയിക്കുമെന്ന് പറയുമ്പോ അതിന് ഗാമത്തവള ചോദിക്കും ഞാൻ എന്തിനാ ഇപ്പൊ കുട്ടപ്പന്റെ അടുത്തേക്ക് പോകുന്നേ? അപ്പൊ പാത്തവള ഇപ്പൊ പറഞ്ഞു നിൽക്കാൻ സമയമില്ല, കുട്ടപ്പന്റെ അടുത്തെത്തുമ്പോ അതെന്താണെന്ന് നിനക്ക് താനേ മനസ്സിലാവും. ഗാമത്തവള റെഡിയായിട്ട് നിൽക്കും. പാത്തവളെ ആവട്ടെ ഇപ്പൊ ശക്തിയായിട്ട് ഊതി കെഞ്ചിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ ഗാമത്തവളെ തെറിപ്പിച്ച് കുട്ടപ്പന്റെ അടുത്തേക്ക് വിടും. പാത്തവളയുടെ ആ ഒരു പവറില് അവിടെ മുഴുവൻ വലിയൊരു കാറ്റുണ്ടാവും. കാറ്റില് പെയിനുകള് ഇപ്പൊ അറഞ്ചം പുറഞ്ചം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങും. ആ ഗ്യാപ്പിൽ കുട്ടപ്പൻ അവൻ നേച്ചർ പവർ ഉപയോഗിച്ച് സേഗ് ജിപ്സു അത് അബ്സോർബ് ചെയ്യാനായിട്ട് തുടങ്ങും. യായിക്കോ പെയിൻ അവനിപ്പോ ചുറ്റും നോക്കും. അപ്പൊ സമരൻ ജിപ്സു ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പെയിൻ അവനെ കാണാനുണ്ടാവില്ല. അവൻ എവിടെ പോയെന്ന് പറഞ്ഞ് അവൻ ചുറ്റും നോക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഗാമത്തവളെ കാണിക്കുക ആക്ച്വലി കുട്ടപ്പൻ ആ പെയിനെ തൂക്കിയെടുത്ത് ഇപ്പൊ ഗാമത്തവളയുടെ വയറ്റിലിട്ട് ചവിട്ടി കൂട്ടുകയാണ്. അവനെ തല്ലി കൊല്ലുമ്പോ അവൻ ക്രിയേറ്റ് ചെയ്ത ഗെഞ്ചിപ്സു അതെല്ലാം തന്നെ തകരാൻ തുടങ്ങും. അവൻ മരിച്ചു എന്ന് മനസ്സിലാവുമ്പോ യായിക്കോ പെയിന് അവന് കലി കയറും. നിന്റെ സേഗ് ജിപ്സു അതിപ്പോ ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ്, ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ല. പാത്തവളയ്ക്ക് അപകടം മനസ്സിലാവും. പാത്തവള ഉടനെ എങ്ങനെയെങ്കിലും കുട്ടപ്പനുമായിട്ട് മെർജ് ചെയ്യണമെന്ന് പറയും. പക്ഷെ അപ്പോഴായിരിക്കും പാത്തവള അവന്റെ നയൻ ടൈലിനെ കുറിച്ച് ഓർക്കുക. നയൻ ടൈൽ ഉള്ളിടത്തോളം പാത്തവളയ്ക്ക് കുട്ടപ്പന്റെ ബോഡിയിൽ കമ്പൈൻ ആവാൻ കഴിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് പാത്തവള ടെൻഷനാവും. ആ ഗ്യാപ്പില് യായിക്കോ പെയിൻ അവൻ കുട്ടപ്പനെ അടിക്കാനായിട്ട് കുട്ടപ്പന്റെ തൊട്ടടുത്തേക്ക് പാഞ്ഞടുക്കും. അത് കണ്ട് ഗാമത്തവള അവനെ വെട്ടിത്തിരിപ്പിച്ച് കുട്ടപ്പനെ സേവ് ചെയ്യാൻ ഇപ്പൊ ഒരുപാട് ശ്രമിക്കും. അപ്പൊ കുട്ടപ്പന്റെ പുറകിലായിട്ട് ഒരു സ്ക്രോൾ ഉണ്ട്. പാത്തവള അവൻ വിളിച്ചു പറയും കുട്ടപ്പ സ്ക്രോള് അതെനിക്ക് തായോന്ന് പറയുമ്പോ കുട്ടപ്പൻ ഉടനെ ആ സ്ക്രോള് വലിച്ചെറിഞ്ഞ് ഇപ്പൊ പായ്ക്ക് ഇട്ടു കൊടുക്കും. യായിക്കോ എടുത്തു ചാടി ഇപ്പൊ കുട്ടപ്പനുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. ഉടനെ പാത്തവള ആ ഒരു സ്ക്രോളില് ഇപ്പൊ റിവേഴ്സ് ഗെഞ്ചിപ്സ് ഉപയോഗിക്കും. അപ്പൊ അതേ സമയത്ത് എംബാക്കു ഗ്രാമത്തില് കുട്ടപ്പന്റെ രണ്ട് ക്ലൗൺസ് അവർ രണ്ടുപേരും കോൺസെൻട്രേറ്റ് ചെയ്ത് സേഗ് ജിപ്സു അത് അബ്സോർബ് ചെയ്യാണ്. അപ്പൊ അതിലൊരു നറൂട്ടോ ഇപ്പൊ ലീഫ് വില്ലേജിലേക്ക് വരും. ഉടനെ കുട്ടപ്പനോട് അവന്റെ പവർ റിലീസ് ചെയ്യാൻ പറയും. കുട്ടപ്പൻ അത് റിലീസ് ചെയ്യും. കറക്റ്റ് ടൈമില് സേഗ് ജിപ്സുവിന്റെ പവർ അത് കുട്ടപ്പന് കിട്ടും. അതുപയോഗിച്ച് ഇപ്പൊ യായിക്കോ പെയിനെ അവൻ തല്ലി തല്ലി കൊല്ലാണ്. മാത്തവളയ്ക്കാണെങ്കില് അതുകൊണ്ട് ഒന്നും മനസ്സിലാവില്ല. ഇവിടെ എന്താടാ സംഭവിക്കണേന്ന് അത് പാത്തവളയോട് ചോദിക്കും. അപ്പൊ പാത്തവള പറയും കുട്ടപ്പന്റെ രണ്ട് ക്ലൗൺസ് അവർ ഓൾറെഡി സേഗ് ജിപ്സു പ്രാക്ടീസ് ചെയ്യാണ്. അതിലൊരു ക്ലൗണിനെ ഇവിടേക്ക് കൊണ്ടുവന്ന് കുട്ടപ്പനുമായിട്ട് കണക്ട് ചെയ്ത് ആ ഒരു ക്ലൗണിനെ തകർക്കുമ്പോ അതിന്റെ സേഗ് പവർ അത് കുട്ടപ്പനിലേക്ക് വരും. കുട്ടപ്പൻ വീണ്ടും
അവൻ റസൻഗൺ ഷുരിംഗൻ ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് സ്പീഡിൽ കറക്കി ഇപ്പൊ യായിക്കോടെ നേർക്ക് വലിച്ചെറിയും. അത് കണ്ട് പേടിച്ചു വരച്ച് ഇപ്പൊ യായിക്കോ അവൻ ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. കുട്ടപ്പനാണെങ്കിൽ സന്തോഷാവും. വാവ്, അവന്റെ കഥ കഴിഞ്ഞു എന്ന് കരുതി കുട്ടപ്പൻ അങ്ങനെ നിൽക്കുമ്പോ ഉടനെ കുട്ടപ്പൻ കൊന്നുകളഞ്ഞ ഗെഞ്ചിപ്സു അബ്സോർബ് ചെയ്യുന്ന ആ ഒരു പെയിൻ അവൻ എടുത്തു ചാടി ഇപ്പൊ കുട്ടപ്പന്റെ ഗെഞ്ചിപ്സു അത് അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. ഇവനെങ്ങനെ ഇപ്പൊ ജീവനോട് കൂടെ വന്നു? ഇവനെ ഞാൻ കൊന്നു കളഞ്ഞതല്ലേന്ന് കുട്ടപ്പൻ ആലോചിക്കും. കുട്ടപ്പൻ ഇപ്പോ അവനെ ഇടിച്ചതും കൊന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും വീണ്ടും ഒരുപാട് വട്ടം ആലോചിച്ച് അവൻ ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും ആ ഒരു മോൺസ്റ്റർ രൂപം അത് കുട്ടപ്പൻ കാണുക. അതിനെ കണ്ടുടൻ ഇപ്പൊ കട്സുകി പറയും ആ ഒരു മോൺസ്റ്ററിനെ ഉപയോഗിച്ച് മരിച്ചു പോകുന്ന എല്ലാ പെയിൻസിനെയും അവർക്ക് വീണ്ടും റീജനറേറ്റ് ചെയ്യാൻ കഴിയും. നടുക്ക് നിൽക്കുന്ന യായിക്കോ പെയിനാണ് ഇവരിൽ ഏറ്റവും കൂടുതൽ പവർ. അവന്റെ അടുത്തേക്ക് പോലും നമ്മളെ കൊണ്ട് പോവാൻ കഴിയില്ല. അതിന് കുട്ടപ്പൻ പറയും ആദ്യം നമ്മൾ കൊല്ലേണ്ടത് അവനെയല്ല, മറിച്ച് പെയിനുകളെ, അവറ്റകളെ റീജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു പെയിനെയാണ്. കുട്ടപ്പൻ വീണ്ടും ഇപ്പൊ റസൻഗൺ പവർ ക്രിയേറ്റ് ചെയ്ത് ഗെഞ്ചിപ്സു അബ്സോർബ് ചെയ്യുന്ന ആ ഒരു പെയിന് നേരെ വലിച്ചെറിയും. അതത് കണ്ടുടനെ ഇപ്പൊ അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അത് വെറും ക്ലൗൺ ആണ്. കുട്ടപ്പൻ അവന്റെ അടുത്ത കയ്യിലുണ്ടായിരുന്ന റസൻഗൺ പവർ അത് യായിക്കോയ്ക്ക് നേരെ വലിച്ചെറിയും. പക്ഷെ അത് യായിക്കോയുടെ ബോഡിയിൽ കൊള്ളില്ല. അവന്റെ അടുത്തെത്തുമ്പോ അത് അങ്ങനെ ഡിസപ്പിയർ ആയി മാറും. യായിക്കോയ്ക്ക് മനസ്സിലാവും അവന്റെ പവർ അതിപ്പോ തിരികെ കിട്ടി. അവന്റെ ചുറ്റുമുള്ള ഷീൽഡാണ് അവനെ പ്രൊട്ടക്ട് ചെയ്തത്. അവനങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോ മറ്റൊരു ഭാഗത്ത് കുട്ടപ്പന്റെ ക്ലൗണ് അവൻ അങ്ങനെ ചാടി ഗെഞ്ചിപ്സു അബ്സോർബ് ചെയ്യുന്ന ആ ഒരു പെയിനെ ഇപ്പൊ മണ്ണിലേക്ക് ചവിട്ടി താഴ്ത്തും. ഗാമത്തവള ഇവിടെ ഫ്യൂസ് പോയി നിൽക്കുകയാണ്. അപ്പൊ പാത്തവള കുട്ടപ്പന്റെ മൂവ്സ് അത് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഗാമത്തവളയ്ക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ കുട്ടപ്പൻ അവൻ വീണ്ടും ഇപ്പൊ വെട്ടിത്തിരിഞ്ഞ് കറങ്ങി വന്ന് അടുത്തൊരു പെയിനെ കൂടെ ഇപ്പൊ അടിച്ച് തകർത്ത് കളയും. അത് കണ്ട് കലി ഇളകിയ യായിക്കോ അവന്റെ പവർ വെച്ച് ഇപ്പൊ കുട്ടപ്പനെയും അവന്റെ ക്ലൗണിനെയും ഒരുപാട് ദൂരത്തേക്ക് ഇപ്പൊ തെറിപ്പിച്ചു കളയും. ഉടനെ യായിക്കോയും ബാക്കിയുണ്ടായിരുന്ന പെയിൻസും അവിടുന്ന് എസ്കേപ്പ് ആവും. കുട്ടപ്പൻ ചോദിക്കും അവനെ കൊണ്ട് എങ്ങനെ എന്നെ അടിച്ചു തെറിപ്പിക്കാൻ കഴിഞ്ഞു? അതിന് തവള പറയും അവന്റെ ഫുൾ പവർ എടുത്താണ് അവൻ നമ്മുടെ ഗ്രാമം മുഴുവനായും ഇല്ലാതാക്കിയത്. ഇപ്പൊ ഒരുപാട് നേരം കഴിഞ്ഞപ്പോ അവന് നഷ്ടപ്പെട്ടു പോയ പവർ അത് തിരികെ കിട്ടി. അതുപയോഗിച്ചാണ് അവനിപ്പോ ഡിഫീറ്റ് ചെയ്തത്. അപ്പൊ കട്സുകി അവൻ മാമൻ പറഞ്ഞ ഒരു കാര്യം ഇപ്പൊ കുട്ടപ്പനോട് പറയും. പെയിൻ അവൻ എന്തെങ്കിലും ഒരു ജിപ്സ് ഉപയോഗിച്ചു കഴിഞ്ഞ് 5 സെക്കൻഡിനുള്ളിൽ അവനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവനെ കീഴ്പ്പെടുത്താൻ കഴിയും. അതിന് കുട്ടപ്പൻ ചോദിക്കും വെറും 5 സെക്കൻഡോ? അതിനിടയില് അവനെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? പാത്തവള പറയും അതിനൊരേ ഒരു വഴിയേ ഉള്ളൂ. ആ 5 സെക്കൻഡിനുള്ളില് ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് അവനെ ഡിഫീറ്റ് ചെയ്യണം. അതിന് കുട്ടപ്പൻ പറയും എന്നെ കൊണ്ട് ഗെഞ്ചിപ്സു അത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അതിന് പാത്തവള പറയും നിന്നെ കൊണ്ട് കഴിയില്ലെങ്കിലും ഞങ്ങളെ കൊണ്ട് കഴിയും. ആ കാര്യം അത് ഞങ്ങൾ നോക്കിക്കോളാം. കാരണം മുൻപ് മാമനെയും അവർ ഇതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. യായിക്കോ വീണ്ടും ഫുൾ പവറില് ഇപ്പൊ അവരുടെ അടുത്തേക്ക് വരും. അത് കണ്ട് തവളകള് അവർ റെഡി ആയിട്ട് നിൽക്കാണ്. പക്ഷെ പെയിൻ അവൻ ആൾമൈറ്റി ജിപ്സ് യൂസ് ചെയ്യും. ആ ഒരു പവറില് ആ ഒരു പ്രദേശം തന്നെ തകർന്ന് ഇപ്പൊ 3 തവളകളും തെറിച്ച് വീഴുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.